ഞാൻ ഡോക്ടർ ആർ ജയകുമാർ, SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ ലെറിങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ലെറിങ്കോളജി എന്ന വാക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാകണമെന്നില്ല. എന്താണ് ലെറിങ്കോളജി? ത്രോട്ടിന്റെ എസ്പെഷ്യലി സ്വനപേടകം അഥവാ വോയിസ് ബോക്സിന്റെ രോഗങ്ങളുടെ ചികിത്സ ഉൾപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റാണ് ലെറിങ്കോളജി. ത്രോട്ടില് പല കംപ്ലൈന്റ് ഉണ്ടാവാം. ശബ്ദമടപ്പ്, ശ്വാസം മുട്ടൽ, ആഹാരം ഇറക്കാനുള്ള തടസ്സം, ഇതെല്ലാം ഒരുപക്ഷെ വോയിസ് ബോക്സിന്റെ പ്രശ്നം കൊണ്ടാവാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുന്നതിനും അതിന് വേണ്ട ചികിത്സ നൽകുന്നതിനുള്ള ഡിപ്പാർട്ട്മെന്റാണ് ലെറിങ്കോളജി. ഇതിൽ നമുക്ക് ഓരോന്നായി ഇനി നോക്കാം. ശബ്ദ സംബന്ധമായ അസുഖങ്ങളെ ചികിത്സിക്കുന്ന ഭാഗത്തിന് ഫോണോ സർജറി എന്നാണ് പറയുക. പലവിധ കാരണങ്ങൾ കൊണ്ട് ശബ്ദത്തിന് പ്രശ്നം ഉണ്ടാവാം. വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന മുഴകൾ, നീർക്കെട്ടുകൾ, വോക്കൽ കോഡിന്റെ പാരാലിസിസ്, വോക്കൽ കോഡിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ, ഇതല്ലാതെ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടാവാം. നിങ്ങൾ ട്രാൻസ്ജെൻഡർ വോയിസ് എന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കേട്ട് കാണാം. അവരുടെ പ്രായത്തിനും അവരുടെ ജെൻഡറിനും യോജിച്ചതല്ലാത്ത ശബ്ദം കാണുക. ഉദാഹരണത്തിന് ആണുങ്ങൾ സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കുക, സ്ത്രീകൾ പുരുഷ ശബ്ദത്തിൽ സംസാരിക്കുക. ഇതെല്ലാം ഇന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രധാനമായും രണ്ട് വിധം ചികിത്സാ രീതികളാണ് ഇതിൽ ഉപയോഗിക്കുക. ഒന്ന് വോയിസ് തെറാപ്പി എന്ന് പറയുന്നത്, രണ്ട് സർജറി എന്ന് പറയും. സർജറി എൻഡോസ്കോപ്പിയിൽ കൂടെയുള്ളതാണ് കൂടുതലും, വായുടെ അകത്തൂടെ ചെയ്യുന്ന സർജറികൾ. അതുകൂടാതെ ചിലപ്പോൾ അപൂർവമായിട്ട് കഴുത്തിൽ കൂടെയും സർജറി ചെയ്യേണ്ടി വന്നേക്കാം. വോയിസ് ബോക്സ് ക്യാൻസർ ഇന്നും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ, കേരളത്തിലും അത്ര കുറവല്ല. വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ ഓൾമോസ്റ്റ് 100% ക്യൂറുള്ള ഒരു അസുഖമാണിത്. അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ കണ്ടുപിടിച്ച് ഉടനെ തന്നെ ലേസർ ഉപയോഗിച്ച് ട്യൂമർ മാറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടാവുന്നതാണ്. ഇതിനെല്ലാമുള്ള ചികിത്സാ രീതികൾ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ ലഭ്യമാണ്. SP Medifort, you first, always.